ഓം ഹരിശ്രീ ഗണപതേ നമ വിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് പ്രചേതസ്സുകളുടെ കഥ എന്ന 19ാം ദശകം നോക്കാം. ഇത് പൃഥുവിൻ്റെ പുത്രനാണ് വിജിതാശ്വൻ. ഇത് കഴിഞ്ഞ ദശകത്തിന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പൃഥുവിന്, അതായത് പൃഥു ചക്രവർത്തിക്ക് മോക്ഷം കിട്ടിയതും നമ്മൾ 18ാം ദശകത്തിൽ കണ്ടു. അതിനുശേഷം പുത്രനായ വിജിതാശ്വൻ ഭരണം ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം സഹോദര സ്നേഹമുള്ളവനായിരുന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ ഓരോ ദിക്കും, അതായത് പടിഞ്ഞാറ് ഭാഗം, തെക്ക് ഭാഗം, വടക്ക് ഭാഗം ഒക്കെ സഹോദരന്മാർക്ക് വീതം വെച്ച് നൽകുകയാണ് രാജ്യത്തിൻ്റെ ഓരോ ഭാഗവും. ഇനി അന്തർധാന വിദ്യ ഇന്ദ്രനിൽ നിന്നും വരമായി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ വിജിതാശ്വന്. അതുകൊണ്ട് അന്തർധാനിൽ നിന്നും ഈ വിജിതാശ്വനെ വിളിക്കും. നമ്മളിനി ഈ പ്രചേതസ്സുകൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ വിജിതാശ്വന് ശിഖണ്ഡിനി എന്ന ഭാര്യയിൽ 3 പുത്രന്മാർ ജനിക്കുന്നു. അവർ ലോകപ്രസിദ്ധരായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാവകൻ, പവമാനൻ, ശുചി എന്നാണ് അവരുടെ പേരുകൾ. ഇനി വസിഷ്ഠൻ്റെ ശാപം മൂലം വിജിതാശ്വനിൽ വന്നു പിറന്ന അഗ്നിപുത്രന്മാരായിരുന്നു അവരെന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ യാഗാശ്വത്തെ അപഹരിച്ചത് നമ്മൾ 18ാം ദശകത്തിൽ കണ്ടല്ലോ. അങ്ങനെ ആ ഇന്ദ്രനെ വധിക്കാതെ വിട്ടയച്ചത് കൊണ്ട് വിജിതാശ്വന് വളരെ പ്രസിദ്ധിയുണ്ടായി. ഇനി വിജിതാശ്വൻ്റെ ഭാര്യയാണ് നഭസ്വതി. ആ നഭസ്വതി എന്ന ഭാര്യയിൽ ഹവിർധാനൻ എന്ന പുത്രൻ ജനിക്കുന്നു. ഹവിർധാനൻ വളരെയധികം സത്രങ്ങളൊക്കെ നടത്തി ഭഗവാനെ പ്രസാദിപ്പിച്ച് സമാധി യോഗത്തിൽ കൂടി സാലോക്യമുക്തിയെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. മുക്തി 4 വിധം പറഞ്ഞിട്ടുണ്ട്. അതിൽ സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്ത് ചെന്ന് ചേർന്നു, ആ സമമായ ആ ലോകത്ത്, വൈകുണ്ഠത്തിൽ ചെന്ന് ചേർന്നു. ഇനി ഹവിർധാനി എന്ന പത്നിയിൽ ഉണ്ടായ മക്കളാണ് ബർഹിഷത്ത്, ഗയൻ, ശുക്ലൻ, കൃഷ്ണൻ, സത്യൻ, ജിതവ്രതൻ, ബർഹിഷത്ത്. ഈ ബർഹിഷത്ത് ഒന്നാമതുണ്ടായ മകനാണ്, ജ്യേഷ്ഠപുത്രൻ. അപ്പോൾ ആ പ്രാചീന ബർഹിസ് എന്നാണ് ഈ ബർഹിഷത്തിനെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ അനേകം യാഗങ്ങൾ നടത്തുമ്പോൾ ഈ ദർഭപ്പുല്ല് കിഴക്ക് അഗ്രം വരാൻ പാകത്തിന് ഇങ്ങനെ നിരത്തി വെക്കണം. അങ്ങനെ നിരത്തി വെച്ചതുകൊണ്ടാണ് ഈ പ്രാചീന ബർഹിസ് എന്ന് പേര്. ബർഹിസ് എന്നാൽ ദർഭപ്പുല്ല് എന്നാണ്. അത് ഈ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ഗുരുവായൂരിലെ പ്രസിദ്ധീകരണമായ വനമാല വ്യാഖ്യാനം നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ പൃഥു ചക്രവർത്തിയുടെ പുത്രനാണ് വിജിതാശ്വൻ. വിജിതാശ്വൻ്റെ മകനാണ് ഹവിർധാനൻ. ആ ഹവിർധാനൻ്റെ മക്കളാണ് ബർഹിഷത്ത്, ശുക്ലൻ, ഗയൻ, കൃഷ്ണൻ, സത്യൻ, ജിതവ്രതൻ. ബർഹിഷത്തിന് ബർഹിസ്, അതായത് ദർഭപ്പുല്ലുകളെ ഭൂമിയിൽ മുഴുവൻ വിരിച്ചു കിഴക്ക് അഗ്രമാക്കി, അതായത് കിഴക്കോട്ട് തലയാക്കി വിരിച്ചതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്, പ്രാചീന ബർഹിസ് എന്ന്. ഇനി ആ പ്രാചീന ബർഹിസ് സമുദ്രപുത്രിയായ ശതദ്രുതിയെയാണ് വിവാഹം ചെയ്തത്. ആ ശതദ്രുതിയിൽ അദ്ദേഹത്തിന് 10 പുത്രന്മാർ ജനിക്കുകയാണ്. എല്ലാവരും സദ്ഗുണസമ്പന്നരായിരുന്നു. അതായത് ഭഗവാൻ തന്നെ, ആ ഭഗവാന്റെ കാരുണ്യം തന്നെ രൂപമെടുത്ത് വന്നതാണോ എന്ന് തോന്നും അവരെ കണ്ടാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭഗവത് കാരുണ്യത്താൽ ലഭിച്ച ഈ സത്പുത്രന്മാരുടെ എല്ലാം പേരുകൾ പ്രചേതസ്സുകൾ എന്നായിരുന്നു. ഇനി നമുക്ക് നോക്കാം 1ാമത്തെ ശ്ലോകം. പ്രചേതസ്സുകളുടെ കഥ 19ാം ദശകം. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠ പ്രാചീന ബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത് കരുണാങ്കുരാനിവ. പൃഥോഃ നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീന ബർഹിഃ തു ശതദ്രുതൗ യുവതൗ ത്വത്കരുണാങ്കുരാൻ ഇവ പ്രചേതസഃ നാമ സുചേതസഃ സുതാൻ അജീജനത്. പൃഥു ചക്രവർത്തിയുടെ, പൃഥോസ്തു നപ്ത പൃഥു ധർമ്മകർമ്മഠഃ,
പൃഥു ചക്രവർത്തിയുടെ പൗത്രനാണ്. പൗത്രനായ ഈ പൃഥുവിൻ്റെ പൗത്രൻ, അതായത് പുത്രൻ്റെ പുത്രനെയാണ് പൗത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പുത്രൻ വിജിതാശ്വൻ. വിജിതാശ്വന് നഭസ്വതി എന്ന പത്നിയിൽ ജനിച്ച ഹവിർധാനൻ. ഹവിർധാനി എന്ന പത്നിയിൽ ജനിച്ച 6 പുത്രന്മാർ. അതിൽ ജ്യേഷ്ഠപുത്രനാണ് പ്രാചീന ബർഹിസ് എന്നറിയപ്പെടുന്ന ബർഹിഷത്ത്. ഇനി വളരെയധികം യാഗങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പ്രാചീന ബർഹിസ് എന്ന് പേരുണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി പ്രചേതസോ നാമ സുചേതസഹ, ആ പ്രചേതസ്സുകൾ എന്നു പേരുള്ള ശുദ്ധഹൃദയന്മാരെന്നാണ്. സുചേതസഹ, നല്ല ചിത്തത്തോടു കൂടിയവർ, അതാണ്. പൃഥു ധർമ്മകർമ്മഠ, അതായത് പരമധാർമ്മികനും യാഗാദി കർമ്മങ്ങളിൽ ഏറ്റവും തൽപരനുമായിരുന്ന പ്രാചീന ബർഹിർ യുവതൗ ശതദ്രുതൗ, ആ പ്രാചീന ബർഹിസിന് ശതദ്രുതി എന്ന പത്നിയിൽ, അതാണ് പ്രാചീന ബർഹിർ യുവതൗ ശതദ്രുതൗ എന്ന് പറയുന്നത്. പ്രചേതസോ നാമ സുചേതസഹ, പ്രചേതസ്സുകൾ എന്ന പേരുള്ള ശുദ്ധഹൃദയന്മാരായ സുതാനജീജനത് ത്വത്കരുണാങ്കുരാൻ ഇവ, അവിടുത്തെ ആ കരുണ തന്നെ അതായത് ഉൽപ്പന്നമായിട്ട് വന്നതാണോ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ കരുണ കൊണ്ട് തന്നെ, അവിടുത്തെ കരുണയാൽ തന്നെ ഉണ്ടായതായിട്ടുള്ളതാണോ എന്ന് തോന്നുമാറ് അത്രയ്ക്ക് സദ്ഗുണസമ്പന്നരായ മക്കളായിരുന്നു അവർ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കരുണ തന്നെയാണോ ആ ഉൽപ്പന്നമായിട്ട് വന്നതാണോ എന്ന് തോന്നുമാറ് സുതാൻ എന്ന് പറഞ്ഞാൽ പുത്രന്മാർ, അജീജനത് ഉണ്ടായി, പുത്രന്മാരെ ശതദ്രുതിയിൽ ജനിപ്പിച്ചു എന്നർത്ഥം. പ്രാചീന ബർഹിസ്, ഭഗവാന്റെ കാരുണ്യം തന്നെ രൂപമെടുത്തു വന്നതാണോ എന്ന് തോന്നുമാറ് അത്രയ്ക്ക് സദ്ഗുണസമ്പന്നനായിരുന്നു ഈ പ്രചേതസ്സുകൾ. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീന ബർഹിർ യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ. നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. അച്ഛൻ്റെ നിയോഗമനുസരിച്ച് ഇവിടെ പ്രാചീന ബർഹിസ് പറഞ്ഞതനുസരിച്ച് തപസ്സിന് പുറപ്പെട്ട പ്രചേതസ്സുകൾ പടിഞ്ഞാറേ കടൽക്കരയിലെത്തിയപ്പോൾ അവിടെ ഒരു താമരപ്പൊയ്ക കാണുകയാണ്. അതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിതുസ്സൃക്ഷാ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാപിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്ദദൃശുർമനോഹരം. ശുശ്രൂഷാ നിരതസ്യ പിതുഃ ശാസനാത് ഭവത്തപസ്യാഭിരതാഃ തേ ദശ അപി പശ്ചിമം പയോനിധിം ഏത്യ തത്തടേ മനോഹരം സരോവരം സന്ദദൃശുഃ. പിതുഃ ശുശ്രൂഷാ നിരതസ്യ ശാസനാത്, പിതാവിൻ്റെ ആ സൃഷ്ടിയിൽ തൽപരനായ നിരതനായ അച്ഛൻ്റെ പിതാവിൻ്റെ ശാസനയാൽ ആജ്ഞയാൽ പിതാവായ പ്രാചീന ബർഹിസ് ആജ്ഞാപിച്ചു സൃഷ്ടി നടത്താനായിട്ട് അവരോട് പറയുകയാണ്. പിതൃശുശ്രൂഷാ നിരതസ്യ, ആ സൃഷ്ടിയിൽ തൽപരനായ അച്ഛൻ്റെ ആജ്ഞയാൽ, അതായത് പ്രാചീന ബർഹിസിൻ്റെ ആജ്ഞയാൽ ഭവത്തപസ്യാഭിരതാഃ, ഭവത്തപസ്യാഭിരഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെക്കുറിച്ച്, അതായത് അവിടുത്തെ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭഗവാനെയാണല്ലോ തപസ് ചെയ്യുന്നത്. ഇവിടെ മേൽപ്പത്തൂര് പറയുകയാണ്, ആ പരബ്രഹ്മസ്വരൂപത്തിനോടാണ് പറയുന്നത്, ഭഗവാൻ ഗുരുവായൂരപ്പനോട്. അവിടുത്തെ തപസ് ചെയ്യാനൊരുങ്ങി അവർ 10 പേരും. തേ ദശ അപി, ദശ 10, ആ 10 പേരും 10 പ്രചേതസ്സുകൾ എന്നു പേരുള്ള ഒരേ പേരിൽ അറിയപ്പെടുന്ന ആ 10 പുത്രന്മാരും പശ്ചിമം പയോനിധിം ഏത്യ, ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ സമുദ്രതീരത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ തത്തടേ മനോഹര, പടിഞ്ഞാറേ സമുദ്രതീരത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മനോഹരമായ സരോവരം സന്ദദൃശുഹു, അതിൻ്റെ കരയ്ക്ക് ഭംഗിയുള്ള ഒരു വിശേഷപ്പെട്ട താമരപ്പൊയ്ക കാണുകയുണ്ടായി.
എന്ന് പറഞ്ഞിരിക്കുന്നു. ആ താമരപ്പൊയ്ക ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ സമീപത്തുള്ള താമരപ്പൊയ്കയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ പ്രജാസൃഷ്ടി നടത്തണമെന്ന്, ഇപ്പോഴുള്ള സൃഷ്ടി പോരാ, കുറച്ചും കൂടെ സൃഷ്ടി നടത്തണമെന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ്. ആ സൃഷ്ടി നടത്തണമെങ്കിൽ അതിനുള്ള ആ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ തപസ് ചെയ്യണം സൃഷ്ടി നടത്തുന്നതിന് മുമ്പ്. അതുകൊണ്ട് തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി പടിഞ്ഞാറ് ദിശയിലേക്ക് ആ സമുദ്രതീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സമുദ്രതീരത്തിന് സമീപത്തായിട്ട് മനോഹരമായ ഒരു താമരപ്പൊയ്ക കാണുകയാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം കൂടെ നോക്കാം. 3-ാമത്തെ ശ്ലോകം. ആ പൊയ്കയുടെ സമീപത്തിൽ ശ്രീപരമേശ്വരൻ വന്ന് ഭഗവാനെക്കുറിച്ച് ഒരു സ്തോത്രം പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിക്കുകയാണ് പ്രജേതസ്സുകൾക്ക്. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാത് ഉപാദിശത് ഭക്തതമസ്തവസ്തവം. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാത് ഉപാദിശത് ഭക്തതമസ്തവസ്തവം. തഥാ ഭവത്സേവകദർശനാദൃതഃ ഭക്തതമഃ ഭവഃ ഇദം ഭവത്തീർത്ഥം സമാഗതഃ പ്രചേതസാം പുരഃ പ്രകാശം ആസാദ്യ തവ സ്തവം ഉപാദിശത്. തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ. ആ താമരപ്പൊയ്കയിൽ ആ പൊയ്കയുടെ സമീപത്ത് ചെന്നപ്പോൾ അവിടുത്തെ ആ ഭക്തന്മാരെ കാണുവാൻ വേണ്ടി, ഭഗവാന് തൻ്റെ ഭക്തന്മാരെയും വളരെ പ്രിയമാണെന്നറിയാമല്ലോ. അതുകൊണ്ടാണ് ആ പരമഭക്തനായ മഹാവിഷ്ണുവിൻ്റെ ഭക്തനാണ് ശ്രീപരമേശ്വരൻ. ഭക്തതമഃ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർലറ്റീവ് ഡിഗ്രിയാണ്. പരമഭക്തൻ, ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരാണ്. അതുകൊണ്ടാണ് ഭക്തതമഃ ഭവഃ ഇദം. ആ പരമഭക്തനായ ശ്രീപരമേശ്വരൻ ഈ തീർത്ഥത്തിനടുത്തേക്ക് വന്നു. ഭവത്തീർത്ഥം സമാഗതഃ പ്രചേതസാം പുരഃ. ആ പ്രചേതസ്സുകളുടെ മുമ്പിൽ. പ്രകാശം ആസാദ്യ എന്ന് പറഞ്ഞാൽ പ്രകാശം ആസാദ്യ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു. പ്രകാശത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷരായി, അവരുടെ മുമ്പിൽ പ്രത്യക്ഷരായി. തവ സ്തവം ഉപാദിശത്. അവിടുത്തെ സ്തോത്രം, സ്തോത്രം ഉപദേശിച്ചു. ഇത് ഭാഗവതത്തിൽ രുദ്രഗീതം എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമാണ്. അതിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് രുദ്രഗീതം പാടി സേവിക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീപരമേശ്വരൻ വിഷ്ണുവിൻ്റെ പരമഭക്തനാണ്. പ്രചേതസ്സുകളും ഭക്തന്മാരാണ്. ആ ഭക്തന്മാർക്ക് മറ്റ് ഭക്തന്മാരെ കാണാൻ ആഗ്രഹമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രചേതസ്സുകളെ കാണാൻ പരമേശ്വരൻ നേരിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഭഗവാന്റെ ആ ഭക്തന്മാരെ കാണുക മാത്രമല്ല, ആ ഭഗവാനെക്കുറിച്ചുള്ള ഒരു സ്തോത്രവും ഉപദേശിച്ചു. അപ്പോൾ തഥാ ഭവത്തീർത്ഥമിദം സമാഗതോ. ആ തീർത്ഥത്തിനടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭവോ ഭവൽ സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം. നമുക്ക് 4-ാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.